ഇന്ത്യ കലാപരൂക്ഷിതമാകുന്നതിന്റെ ആദ്യ പടി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ബാബറി മസ്ജിദ് എന്ന പേര് ഇന്ത്യയിൽ മുഴുവൻ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ അരങ്ങേറിയത്. ബാബറി മസ്ജിദിന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കലാപം രാജ്യത്തെ ഏങ്ങലടിച്ച് 2000 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട് വലിയ യുദ്ധഭൂമിയായി ഇന്ത്യ മാറി. അത്തരമൊരു സാഹചര്യം ഒരുക്കി വെച്ചത് ആരാണ്? ഹിന്ദു സമുദായമോ അല്ലെ മുസ്ലിം സമുദായമോ അല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള അകൽച്ചയല്ല, മനുഷ്യന്മാർ തമ്മിലുള്ള വർഗീയതയല്ല, മതഭ്രാന്തന്മാരുടെ ചിന്തകളായിരുന്നു. മതഭ്രാന്തന്മാർ ചെയ്ത വർഗീയ ലഹളയായിരുന്നു അത്. അത്തരത്തിലുള്ള ലഹളയിൽ നഷ്ടമായത് 2000-ലധികം വരുന്ന ആളുകളുടെ ജീവനായിരുന്നു. ആ ജീവനെല്ലാം ഉത്തരം പറയേണ്ടവർ ഇന്ന് അധികാരത്തിന്റെ കസേരയിലാണ്. അതിനാൽ തന്നെ കേസിലെ പ്രതികളെല്ലാം ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മുസ്ലിം പള്ളി ഇരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉയർന്നു. എന്നാൽ മുസ്ലിം പള്ളി പണിയാൻ കൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി പോലും ഇതുവരെ ഉയർന്നു വന്നിട്ടുമില്ല. രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും ജനാധിപത്യവും എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വിലപിടിപ്പുള്ളതാണ്. ഇന്ത്യ എന്നത് സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ള രാജ്യമാണ്. ഏത് മതത്തോടു കൂടി ജീവിക്കാനും ഏത് മതത്തിലുള്ളവരോട് വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായ പ്രകടനങ്ങളാണ് മോദി സർക്കാർ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്തു വരുന്നത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ ഒരു നൂറ്റാണ്ടും കൂടെ കഴിഞ്ഞു പോവുകയാണ്. മതേതര രാജ്യത്തിന്റെ കറുത്തയേട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 32 വർഷം തികയുകയാണ്. ഈ 32 വർഷത്തിനുള്ളിൽ രാജ്യം കടന്നുപോയത് പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ്. 1990-കൾക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ബാബറി മസ്ജിദിന്റെ തകർച്ച നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ 32 വർഷത്തിനിടയ്ക്ക് സംഭവിച്ചതൊന്നും ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിപ്പാടിനെ മായ്ച്ചിട്ടേയില്ല. പിന്നീട് ബാബറി മസ്ജിദ് കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന BJP നേതാക്കളെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. സംഭവം അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടക്കം ഡിസംബർ 6-നെങ്കിലും ചർച്ചയിലേക്ക് ഉയർന്നു വരുമ്പോഴും പരമോന്നത കോടതിയുടെ ഈ കേസിലെ തീർപ്പ് തന്നെയാണ് അന്തിമമായി കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ പള്ളി നിന്നയിടത്ത് സുപ്രീം കോടതി വിധി പ്രകാരം രാമക്ഷേത്രം ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു കറുത്ത ദിനമായി ബാബരി മതേതര മനസ്സുകളിൽ നിലനിൽക്കുകയാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ ചക്രവർത്തിയുടെ സേനാനായകനായിരുന്ന മീർ ബാഗി 1528-ലാണ് ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നത്. പള്ളി നിലകൊള്ളുന്നത് രാമജന്മഭൂമിയിലാണെന്ന വാദത്തെ തുടർന്ന് വർഷങ്ങളോളം സാമുദായിക സംഘർഷങ്ങളുടെ വിളനിലയമാണ് മസ്ജിദ് മാറിക്കഴിഞ്ഞിരുന്നു. വർഗീയ സംഘർഷങ്ങൾക്ക് അറുതി വരുത്താത്തതിനെ തുടർന്ന് 1858-ൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാബറി മസ്ജിദിന് ചുറ്റും മതിൽ സ്ഥാപിച്ചു. പിന്നീട് വളരെ ശാന്തമായി പൊക്കൊണ്ടിരുന്ന ബാബറിയിൽ 1949-ൽ രാമവിഗ്രഹങ്ങൾ കാണപ്പെട്ടു. രാമവിഗ്രഹങ്ങൾ ഹിന്ദു മഹാസഭ അംഗങ്ങൾ ഒളിപ്പിച്ച് കടത്തിയതാണെന്ന ആരോപണവും നിലനിൽക്കുകയാണ്. പിന്നാലെ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം തർക്കഭൂമിയായി പ്രഖ്യാപിച്ച സർക്കാർ ഗേറ്റ് താഴിട്ട് പൂട്ടി. സംഘപരിവാർ സംഘടനയായ VHP മസ്ജിദ് ഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. BJP നേതാവായ LK അദ്വാനിയാണ് പ്രക്ഷോഭത്തിന്റെ നേതാവായി മുന്നിൽ നിന്നത്. ഇതിനെതിരെ ബാബറി കർമ്മസമിതിയും രൂപീകരിക്കപ്പെട്ടു. 1989-ൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു നൽകാൻ ഉത്തരവിട്ടു. തൊട്ടടുത്ത വർഷം അദ്വാനിയുടെ നേതൃത്വത്തിൽ BJPയും RSSും VHPയും ചേർന്ന് സംഘടിപ്പിച്ച രാമരഥയാത്രയിൽ 1,50,000 കർമ്മസേവകരാണ് പങ്കെടുത്തത്. എന്നാൽ കടന്നുപോയ വഴികളിലെല്ലാം സംഘർഷമുണ്ടാക്കിയാണ് രാമരഥയാത്ര അവസാനിച്ചത്. 1992 ഡിസംബർ 6-ന് BJPയുടെയും VHPയുടെയും നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ മസ്ജിദിലെത്തിയ 1,50,000-ഓളം ആളുകൾ നിമിഷ നേരം കൊണ്ട് അക്രമാസക്തരാവുകയും സുരക്ഷാ സേനയെ കീഴടക്കുകയും ചെയ്തു. ഒടുവിൽ നിമിഷ നേരം കൊണ്ട് 400 വർഷം പഴക്കമുള്ള സ്മാരകം പൊളിക്കപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം നടന്ന വർഗീയ സംഘർഷങ്ങളിൽ 2000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി വിധി പ്രകാരം മസ്ജിദിന് നിലനിന്ന സ്ഥലം കേസിലെ കക്ഷികളായ ഹിന്ദു സംഘടനകൾക്ക് നൽകുകയും ചെയ്തു. പള്ളി നിർമ്മിക്കാനായി കേസിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സുന്നി വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം നൽകാനും ഉത്തരവ് നൽകുകയും വന്നു. 2020-ൽ അവ്യക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടി കേസിലെ 32 പ്രതികളെ പ്രത്യേക CBI കോടതി വെറുതെ വിടുകയും ചെയ്തു. അതേ വർഷം ഫെബ്രുവരിയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനുള്ള നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയതായി
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഒടുവിൽ ഈ വർഷം ജനുവരി 22-ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും നടന്നു. എന്നാൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച സ്ഥലത്ത് പുതിയ പള്ളിയുടെ പണി തുടങ്ങാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ള ഇന്ത്യ രാജ്യത്ത് ഇന്നും മുസ്ലിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണക്കാർ ആരാണ്? BJP സംഘടനയോ RSS നേതാക്കളോ മോദിയുടെ ഭരണമോ? ആരായാലും ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയാൽ അത് വലിയ വർഗീയ ലഹളയ്ക്ക് കാരണമാകുമെന്നുള്ളത് തീർച്ചയാണ്. രാജ്യത്ത് ഇനിയും ശക്തമായ ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ രൂപപ്പെട്ടാൽ അത് ഇന്ത്യയുടെ നാശത്തിലേക്കാകും ചെന്നെത്തിക്കുക. ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിം ആയാലും സിഖ് മതമായാലും ആർക്കും ഇഷ്ടമുള്ള ജാതി സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതിനെ ആരാണെങ്കിലും മാനിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് മോദി ആയാലും സാധാരണ ജനമായാലും അത് ഇനിയെങ്കിലും ചെയ്യണം.